അങ്ങനെ അവസാനം ഇന്ത്യ ജയിച്ചിരിക്കുകയാണ്. അവസാനത്തെ ഒരു നാണം കെട്ട തോൽവിക്ക് ശേഷം ഇന്ത്യയുടെ ഒരു വൻ തിരിച്ചുവരവെന്ന് പറയാം. 72 റൺസിനാണ് ജയിച്ചിരിക്കുന്നത്. 256 അടിച്ചു. എല്ലാ പ്ലെയേഴ്സും നന്നായിട്ട് കളിച്ചിട്ടുണ്ട്. എസ്പെഷ്യലി തിലക് വർമ്മ, അഭിഷേക് ശർമ്മ, അവരുടെ ഒരു ഗ്രേറ്റ് കംബാക്ക് ആണെന്ന് തോന്നുന്നു. സോ പിന്നെ സഞ്ജു സാംസൺ ഹി ഫെയിൽഡ് അഗെയിൻ. എന്താ പറയുക, പുള്ളിയുടെ ഒരു കൺസിസ്റ്റൻസി മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് പുള്ളിയുടെ നല്ലൊരു ആവശ്യമുണ്ട്, പുള്ളിയുടെ എക്സിസ്റ്റൻസിന്. പക്ഷേ ബ്രില്യൻ്റ് ഒരു ക്യാച്ച് എടുത്തിട്ടുണ്ട്. സോ ഓവറോൾ നല്ലൊരു പെർഫോമൻസ് ആയിരുന്നു ഇന്ത്യൻ ടീമിൻ്റേത്. സോ എന്തായാലും 2 പോയിന്റ്സ് ആയിട്ടുണ്ട്. ഇനി അടുത്ത മാച്ച് എന്ന് പറഞ്ഞാൽ വെസ്റ്റ് ഇൻഡീസുമായിട്ടാണ്. അതാണ് ഡു ഓർ ഡൈ മാച്ച് എന്ന് പറയുന്നത്. സോ അതിനും വിജയിച്ചു കഴിഞ്ഞാൽ ആ വിജയിക്കുന്ന ടീം എന്തായാലും സെമിയിലോട്ട് പോകും. സോ എന്തായാലും വെസ്റ്റ് ഇൻഡീസ് ആയിരിക്കും എൻ്റെ ഒരു പ്രിഫറൻസ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യയെക്കാളും ഫാർ ബെറ്റർ ആയിട്ടുള്ള പെർഫോമൻസും ഒരു കൺസിസ്റ്റൻസിയും ഒരു ഹാർഡ് ഹീറ്റിങ്ങും എല്ലാം കാഴ്ചവെക്കുന്നത് വെസ്റ്റ് ഇൻഡീസ് ആണ്. സോ അവരുടെ എന്ന് പറയുന്നത് T20 സ്പെഷ്യലിസ്റ്റ് ആണ് അവരെന്ന് പറയുന്നത്. സോ ഇന്ത്യക്കാട്ടിയും കുറച്ചൊരു മുൻതൂക്കം ഉള്ളത് വെസ്റ്റ് ഇൻഡീസിനാണ്. സോ ഐ ഹോപ്പ് വെസ്റ്റ് ഇൻഡീസ് വിൽ ക്ലിഞ്ച് ദ വിക്ടറി അഗെയിൻസ്റ്റ് ഇന്ത്യ. ഇറ്റ്സ് നോട്ട് ഈസി ടു വിൻ അഗെയിൻസ്റ്റ് വെസ്റ്റ് ഇൻഡീസ്. കാരണം എന്ന് വെച്ചാൽ വെസ്റ്റ് ഇൻഡീസ് ആണ് ഈ ഒരു സീരീസിൽ നന്നായിട്ട് ഡോമിനേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവരുടെ ഒരു ഹാർഡ് ഹീറ്റിംഗ് സ്കിൽസും അവരുടെ ഒരു ബൗളിംഗ് സ്കിൽസും പിന്നെ അവരുടെ ഓൾറൗണ്ടിങ് സ്കിൽസും എല്ലാം കൂടെ കൂടിച്ചേരുമ്പോൾ ഇറ്റ്സ് ബിറ്റ് ഡിഫിക്കൽട്ട് ഫോർ ഇന്ത്യ ടു വിൻ ദ മാച്ച് അഗെയിൻസ്റ്റ് വെസ്റ്റ് ഇൻഡീസ്. അതൊരു ഡു ഓർ ഡൈ മാച്ച് ആയിരിക്കും. എന്തായാലും ഉറപ്പായിട്ടും വെസ്റ്റ് ഇൻഡീസ് ജയിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ലെറ്റ്സ് ഹോപ്പ് ഫോർ ദ ബെസ്റ്റ്.